തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ചേർത്ത നല്ലൊരു ചൂരമീൻ കറിയാണ് ഇന്ന് ഇന്ത്യൻ ക്ലാസിക് ഫ്യൂഷനിലെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. മീൻ നന്നായി കഴുകി പീസസ് ആയിട്ടൊക്കെ കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മസാലയ്ക്ക് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ ഈ ഒരു അളവിൽ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകിയെടുത്ത് ഇട്ട് കൊടുക്കണം. 2 പച്ചമുളകും ഒരു വലിയ തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അതുപോലെ ഒരു ബൗളിലേക്ക് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്ത് അതിലേക്ക് നല്ല ചൂടുള്ള തിളച്ച വെള്ളമായാലും കുഴപ്പമില്ല, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കണം. കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നന്നായി ചൂടായ എണ്ണയിലേക്ക് 1/4 സ്പൂൺ ഉലുവയിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളിയും പച്ചമുളകും തക്കാളിയും കൂടി പേസ്റ്റ് ആക്കിയിട്ടുള്ള ആ മിക്സാണ് നമ്മളിപ്പോൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റി പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് സ്ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യാം. ആ സമയം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് നാളികേരം പാലെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പ് നാളികേരം ചിരകിയത് ഇട്ട് കൊടുത്ത് പാലെടുക്കാം. പച്ചത്തേങ്ങയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഏകദേശം നല്ലവണ്ണം അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട്. ഇനി ഇത് ഒന്ന് തുറന്നിട്ട് ഒന്ന് എണ്ണ തെളിയുമ്പോൾ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പുളി നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചതിന് ശേഷം ഒരു കപ്പിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അതേ ബൗളിലേക്ക് നമുക്ക് മസാലക്കൂട്ട് റെഡിയാക്കാനായിട്ട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് എത്രയാണോ ആവശ്യമുള്ളത് അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് ഒരു 2.5 സ്പൂൺ വരെ ഉപയോഗിക്കുന്നുണ്ട്. എരിവുള്ളതാണെങ്കിൽ ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരൽപ്പം വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി. ഈ പുളിവെള്ളം ഉപയോഗിച്ച് ഒരു പേസ്റ്റ് റെഡിയാക്കാം. നമ്മൾ നേരത്തെ തിളച്ച വെള്ളത്തിലായിരുന്നു പുളിവെള്ളം സ്റ്റോക്ക് ചെയ്തിരുന്നത്. ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ പേസ്റ്റ് റെഡിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു 1/2 കപ്പ് മാത്രമേ ഞാൻ പുളിവെള്ളം ഒഴിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഗ്രേവി തിളച്ച് വരുമ്പോൾ വേണമെങ്കിൽ ഒരല്പം ഒഴിച്ചു കൊടുക്കാം. കാരണം തിളച്ച വെള്ളത്തിലുള്ളതായതുകൊണ്ട് പച്ചച്ചുവയൊന്നും ഉണ്ടാവില്ല. ഇനി ഈ മസാല കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഈവനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ പൊടികളുടെയും ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറ്റുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. മസാല പേസ്റ്റ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ആദ്യം ഇതിൽ ഒരു 1/4 കപ്പോളം നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിലാക്കി വയ്ക്കുമ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ മേളിൽ വന്ന് നന്നായിട്ട് തിളയ്ക്കും. ആ സമയത്തിന് എരിവും പുളിയും ഉപ്പും ഒക്കെ മുന്നിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം നമ്മൾ തേങ്ങാപ്പാലൂടെ ഒഴിക്കുമ്പോഴത്തേക്കും കറക്റ്റ് എരിവും ഉപ്പും പുളിയൊക്കെ ആയിരിക്കും അപ്പോഴേക്കും. ഇനി സ്ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ പതിയെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടിയുള്ള തേങ്ങാപ്പാലല്ല ഞാൻ എടുത്തിട്ടുള്ളത്, കുറച്ച് ലൂസി കൺസിസ്റ്റൻസിയിലുള്ള തേങ്ങാപ്പാലാണ്. ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എരിവൊക്കെ പാകത്തിന് ഉണ്ട്. പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി അധികം എരിവില്ലാത്തൊരു 2-3 പച്ചമുളക് കൂടി ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. കറി തിളയ്ക്കാൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഫിഷ് പീസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം.
കറിയൊക്കെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തണുത്തതിന് ശേഷം നമ്മുടെ ഫിഷ് കറിയുടെ കണ്ടോ നല്ല പാകത്തിന് വെന്ത് കഴിക്കാൻ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ഇത്തിരി ചോറിലേക്ക് അല്പം ബീട്രൂട്ട് തോരനും ഫിഷ് ഫ്രൈയും നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് ചൂരക്കറിയും കൂട്ടി നമുക്ക് ചോറുണ്ടാലോ. അപ്പോൾ ഇന്നത്തെ ഫിഷ് കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പി ആയിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.